എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും കുറച്ച് ചേരുവകളും മാത്രം വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഗീവയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരും തന്നെ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് കനം കുറഞ്ഞല്ലാതെ ചെറിയൊരു കട്ടിക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഏത്തപ്പഴം എല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. സ്വല്പം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെയ്യ് നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് തൂത്തും എടുക്കാം. നെയ്യ് ഇതുവരെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഈ പാനിലേക്ക് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. പഞ്ചസാരപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പാനിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ പഴം എല്ലാം കൂടി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പഴം എല്ലാം തന്നെ ഞാൻ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് കേട്ടോ നമുക്കിതിലേക്ക് എത്ര പഴം വേണമെന്നുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു ഏത്തപ്പഴമാണ് എടുത്തിരുന്നത്. പഴം ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും മുഴുവൻ പഴം എനിക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നില്ല. അപ്പോൾ ഈ പാനിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ എണ്ണയുടെ ഒരു കുത്തലുണ്ടാവും. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കേട്ടോ 1/2 കപ്പ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. മുട്ടയും കൂടെ നമുക്കിതുപോലെ പൊട്ടിച്ചൂറ്റി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം നല്ല പോലെ തന്നെ ഞാനിതിവിടെ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുട്ടയുടെ ഒരു ചുവ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. എസൻസും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവാണ്. ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് ഈ 1/4 കപ്പ് മൈദാമാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. പൊടികളെല്ലാം നല്ല പോലെ തന്നെ ഞാൻ ഇതിലേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തന്നെ കട്ടകളൊന്നും വരാതെ നല്ല പോലെ തന്നെ നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളൊന്നും വരാതെ വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ നേന്ത്രപ്പഴം ഇതുപോലെ ഫുള്ളായിട്ട് കവർ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പാന് ചെറിയതായിട്ട് നമുക്കിതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാന് വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ഈ പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാതിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അടിയിൽ നേന്ത്രപ്പഴമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20-25 മിനിറ്റ് ആണ്. അപ്പോൾ അത്രയും നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പഴം ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വേറൊരു പാനിൻ്റെ മുകളിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു മൂടിയിലുള്ള ഹോള് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആവി വെളിയിലേക്ക് പോയിട്ട് കുറേ സമയം എടുക്കും നമുക്കിത് വെന്ത് വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതൊരു 25 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അകവും നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ആണെങ്കിലും കണ്ടില്ലേ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ബനാന കേക്കാണ്. ഈവനിങ് ചായയുടെ കൂടെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാത്രം മതി. അതൊന്ന് വെന്ത് വരുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. ഞാനിത് നിങ്ങളെ ഒന്ന് കട്ട് ചെയ്തിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, അകമൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. കഴിക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞിട്ടുള്ള ഈ ഒരു പഴം കൂടെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ FCW ശേഷം നിങ്ങളുടെ പേരും കൂടെ ടൈപ്പ് ചെയ്ത് നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.